ഹലോ, നമസ്കാരം. ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സമ്മർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു സമയം അറിയാലോ, നാട്ടിൽ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു സമ്മറിൽ എപ്പോഴും എല്ലാവരും കംഫർട്ടാണ് മെയിനായിട്ടും നോക്കുന്നത്. അതിപ്പോൾ ഡ്രസ്സിങ്ങിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും ഒക്കെ. അപ്പോൾ മാക്സിമം പ്രോഡക്ട്സ് കുറവ് യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് അധികം ലെയർ ഓൺ ചെയ്യാണ്ട് ആണ് എല്ലാവരും ഈ ഒരു ടൈമിൽ മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും അധികം പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതെല്ലാം പഴയ പ്രോഡക്ട്സ് തന്നെയാണ്, പലപ്പോഴായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് എടുത്താൽ മതി ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കോമ്പാക്റ്റ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ആക്നി ഒക്കെ വന്നിട്ട് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആക്നി പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് കഴിവതും ഒഴിവാക്കുക. കോമ്പാക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പോസിനുള്ളിലേക്ക് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് കഴിയുമെങ്കിൽ ഒഴിവാക്കുക. പിന്നെ ചില സ്കിന്നിന് പ്രശ്നമില്ല കേട്ടോ, ആക്നി ആണെങ്കിൽ പോലും അതുകൊണ്ട് ആക്നിയെ ട്രിഗർ ചെയ്യില്ല. പക്ഷേ എൻ്റെ സ്കിന്നിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോമ്പാക്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആണ് കുറച്ച് നാളായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യാത്തത്. പക്ഷേ ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു ടൈമിൽ കോമ്പാക്റ്റ് ശരിക്കും യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കോമ്പാക്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മർ ടൈമിൽ ശരിക്കും വേണ്ടുന്ന ഒരു പ്രോഡക്റ്റാണ് കോമ്പാക്റ്റ് പൗഡർ. കാരണം മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മേക്കപ്പിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനും ഒന്ന് ലോക്ക് ചെയ്യാനുമായിട്ട് ഒരു നല്ലൊരു കോമ്പാക്റ്റ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, സ്കിൻ ടോൺ, മെയിനായിട്ടും സ്കിൻ ടോൺ അനുസരിച്ചിട്ട് കറക്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോമ്പാക്റ്റ് തുടങ്ങി ഹൈ എൻഡ് ബ്രാൻഡ്സിലൊക്കെ ഒരുപാട് വെറൈറ്റി കോമ്പാക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, സ്കിൻ കെയറും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന SPF ഒക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക, സ്കിൻ കെയർ എലമെൻറ്റ്സ് ഒക്കെ വരുന്ന കോമ്പാക്ട് പൗഡേഴ്സ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ വളരെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പാക്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും, ഏത് സ്കിൻ ടോൺ ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ, മാർസിൻ്റെ ഈ ഒരു ജെൽ കോമ്പാക്റ്റ്. അപ്പോൾ ഇത് എന്താ, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്താ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു കളർലെസ് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കളർലെസ് ആണ്. ഓക്കെ, പക്ഷേ പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക്ഡ് ആണ്. അപ്പോൾ ഇത് കളർലെസ് ആണ്. ഓക്കെ, പക്ഷെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സിലിക്കൺ ടെക്സ്ചറൊക്കെയാണ്. പക്ഷെ കളർലെസ് ആയതുകൊണ്ട് തന്നെ ഏത് സ്കിൻ ടോണിലുള്ളവർക്കും യൂസ് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ BB ക്രീമോ എന്തോ ആയിക്കോട്ടെ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് അത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ ഇത് കളർലെസ് ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ചില കോമ്പാക്റ്റ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് പണി തരാറുണ്ട്. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ കറക്റ്റ് ഷെയ്ഡായിരിക്കും, നമ്മൾ വളരെ ഭംഗിയായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട്, അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു കോമ്പാക്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരെണ്ണം അപ്ലൈ ചെയ്യും. ആ ഷെയ്ഡ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റുന്നതായിരിക്കില്ല. അത്രയും ചെയ്ത മേക്കപ്പ് എല്ലാം വേസ്റ്റായി പോവും, നമ്മുടെ ഷെയ്ഡ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റ്, ഈ ഒരു ജെൽ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കളർലെസ് കോമ്പാക്റ്റ് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. നിങ്ങൾ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്തത് അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് അതിനൊന്ന് സെറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതിപ്പോൾ പ്രൈമർ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചില സ്കിന്നിന് അത് സ്യൂട്ടാവില്ല.
ഓക്കെ. അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി അടുത്തത് ഈ ഒരു ടൈമിൽ, സമ്മർ ടൈമിൽ എല്ലാവരും നോക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സമയങ്ങളിൽ ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻസ് നോക്കുക. അഫോർഡബിൾ റേഞ്ചിൽ ഒരു നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ നോക്കുന്നെങ്കിൽ പ്ലമ്മിൻ്റെ ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. സോഫ്റ്റ് ബ്ലെൻഡ് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ, അത്യാവശ്യം ഷെയ്ഡ് റേഞ്ചസും ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് നാച്ചുറൽ ബേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കും. ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണ്, പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നതാണ് കൺസീലർ. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗങ്ങളിൽ മാത്രം കൺസീലർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്താൽ ഓക്കെയാണ്. അതിന് പറ്റിയൊരു കൺസീലർ, ഒരുപാട് കൺസീലേഴ്സ് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് മേബിലിൻ്റെ ഈ ഒരു ഏജ് റിവൈൻ കൺസീലർ. ഇവർ തന്നെ വേറെയും റേഞ്ചസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഹിറ്റായ ഒരു ഐറ്റം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാടൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. എൻ്റെ ഷെയ്ഡ് സാൻഡാണ് കേട്ടോ. ഇനി ഒരു ടിപ്പ് പറയാനുള്ളത്, ഈ ഒരു സമ്മർ ടൈമിൽ മാക്സിമം നിങ്ങൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അതായത് ഐ ഷാഡോ, ബ്ലഷ്, ഹൈലൈറ്റർ, ലിക്വിഡ് ഹൈലൈറ്റർ, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. പൗഡേഴ്സ് യൂസ് ചെയ്യാം. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സമ്മർ ടൈമിൽ സ്വെറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റ്, ഇതൊരു ഫേസ് പാലറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ബ്ലഷ് വരുന്നുണ്ട്, ഹൈലൈറ്റർ, ബ്രോൺസർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദേ ഇങ്ങനെ പൗഡർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നോക്കുക. ഇതല്ല, ഇതുപോലെയുള്ളത്, ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ ഐ ഷാഡോ ആണെങ്കിലും ലിക്വിഡ് ഐ ഷാഡോ, ജെൽ ഐ ഷാഡോസ് ഒക്കെ യൂസ് ചെയ്യാണ്ട് പൗഡർ ഐ ഷാഡോസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനെ മാക്സിമം ലോങ് ലാസ്റ്റിംഗ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ അത്യാവശ്യം നല്ലോണം ഹോൾഡ് ചെയ്യും, നമ്മുടെ മേക്കപ്പിനെ ഹോൾഡ് ചെയ്യിക്കുന്നുണ്ട്. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ PACയുടേത് വളരെ അടിപൊളിയായിട്ടൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. കളർ ബാറിൻ്റെ ഉണ്ട്. ഏത് വേണേലും, മാക്കിൻ്റെതും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആക്കി നിർത്താൻ പറ്റും മേക്കപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നീ കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.